വല്ലാത്തൊരു വിസ്മയം കാണിച്ചിട്ടുണ്ട് വി.ഡി. സതീശൻ. ഐഷ പോറ്റിയെ മറുകണ്ഠം ചാടിച്ചു. ഈ മറുകണ്ഠം ചാടിച്ചതുകൊണ്ട് സതീശനും പാർട്ടിക്കും ഗുണം ഉണ്ടാകുമോ അതോ ഗുണം ഉണ്ടാകുന്നത് CPM-നായിരിക്കും? അല്ല, എനിക്ക് പഴയ പോറ്റിപ്പാട്ടാണ് ഓർമ്മ വരുന്നത്. പോറ്റിയെ കേറ്റിയെ, പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ. അതുപോലെ ഐഷ പോറ്റിയെ കേറ്റിയെ സതീശൻ UDF ഇനി എന്ത് നടക്കുമെന്ന് സാമി ശരണം സാമി ശരണം എന്ന് പറയുന്നത് പോലെ ഒരു പഴയകാല പ്രവർത്തക എന്ന് തന്നെ പറയാം. കാരണം ഒരു 6 വർഷമായിട്ട് മാഡം ഫീൽഡിലില്ല എന്ന് തന്നെ പറയാം. പാർട്ടി കൊടുത്ത എല്ലാ തരത്തിലുള്ള സ്ഥാനങ്ങളും അവർക്ക് ലഭ്യമാക്കി. 3 പ്രാവശ്യം MLA ആയി. അതിൽ കൂടുതൽ പാർട്ടി കൊടുക്കില്ലല്ലോ ഒരാൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ അവർ പറയുന്ന കുറേ കാരണങ്ങൾ കേട്ടാൽ കൊച്ചുകുട്ടികൾ പറയില്ലേ, അവന് 2 മിഠായി കൊടുത്തു, എനിക്ക് ഒന്നേ തന്നുള്ളൂ, അല്ലെങ്കിൽ അമ്മ എൻ്റെ ഉടുപ്പിൽ ഇത്തിരി കറ വീണു, അങ്ങനെയൊക്കെ പറയുന്ന പോലെയാണ് പറയുന്നത്. നോട്ടീസിൽ പേര് വെച്ചില്ല, പാർട്ടി സമ്മേളനങ്ങൾക്ക് പോകുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് കാറ് കൊടുത്തില്ല. ഇതൊക്കെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ നടന്നും സൈക്കിൾ ചവിട്ടിയും ആഹാരം കഴിക്കാണ്ടുമൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ മറ്റൊരു പാർട്ടിയിലേക്ക്, തികച്ചും വ്യത്യസ്തമായ ചിന്തകളുള്ള ഒരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് അധികാര കൊതി മാത്രമല്ലേ? ഈ മാവിൻ്റെ തുഞ്ചത്ത് കാക്ക മാമ്പഴവുമായിട്ട് ഇരിക്കുന്ന പോലെ ഉള്ള ഇതാണ് എനിക്ക് തോന്നുന്നത്. തുറക്കുകയാണെങ്കിൽ, ചുണ്ട് തുറക്കുകയാണെങ്കിൽ മാമ്പഴം താഴെ വീഴും. പക്ഷേ ഈ സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടികൾ മാറുന്ന മുതിർന്ന നേതാക്കളെക്കുറിച്ച് ജനങ്ങൾ എന്താണ് കരുതുക? അവരുടെ ഐഡിയോളജി എന്താണ്? ഇതില് ഐഷ പോറ്റി പറയുന്നുണ്ട്, പല മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആദർശത്തിൽ തുടരും, എൻ്റെ സഖാക്കളോട് എനിക്ക് പരിഭവമില്ല, പിണക്കമില്ല, ഞാൻ അവരുടെ പഴയ ഐഷ പോറ്റിയായിട്ട് തന്നെ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതായത് സഖാക്കൾ കുറേ പേര് UDF-ലേക്ക് വരുമോ? നോക്കൂ, എൻ്റെ അച്ഛനൊരു മുതിർന്ന ഇൻഡിപെൻഡൻറ്റ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അദ്ദേഹം പറയും, മോളെ, എല്ലാ പാർട്ടിയുടെയും അടിസ്ഥാന തത്വം ജനങ്ങളുടെ നന്മയാണ്, എല്ലാ പാർട്ടിയുടെയും. അപ്പോൾ ആ സമയത്ത് പാർട്ടിയിലുള്ള നേതാക്കളാണ് ഒരു പാർട്ടിയെ നല്ലതും ചീത്തയും ആക്കുന്നത് എന്ന് അദ്ദേഹം എപ്പോഴും പറയാൻ ശരിയല്ലേ? നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടിയും, അത് സോഷ്യലിസ്റ്റ് പാർട്ടി ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, RSP ആവട്ടെ, BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ജനനന്മയാണ് എല്ലാ പാർട്ടിയുടെയും അടിസ്ഥാന തത്വം. അപ്പോൾ ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത്, പിണറായി വിജയൻ നയിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസം, എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്ന് പറയുന്ന പാർട്ടിയിൽ ഇപ്പോൾ നന്മ ഇല്ല എന്നാണോ? ഇവർ വിചാരിക്കുന്ന സോഷ്യലിസം കോൺഗ്രസ്സിലുണ്ടോ? അവിടെയുള്ള ഇവർക്ക് അവിടെ കാറ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ സഞ്ചരിക്കാനായിട്ട്? നോട്ടീസിൽ പേര് കൊടുത്തിട്ടുണ്ടോ? അവരുടെ സഖാക്കന്മാർക്ക് എല്ലാവർക്കും കാറുകൾ കിട്ടുമോ? അവർക്ക് എല്ലാവർക്കും വീടുകൾ കിട്ടുമോ? അവർക്ക് എല്ലാവർക്കും തൊഴിലുകൾ കിട്ടുമോ? നമ്മൾ കണ്ടോന്നറിയില്ല, 2 ദിവസം മുമ്പ് തെഴുപോരത്ത് കിടന്നുറങ്ങുന്ന ജനങ്ങൾക്ക് ഒരു സന്നദ്ധ സംഘടന ബ്ലാങ്കറ്റ് കൊണ്ട് കൊടുക്കുന്നു. ഇപ്പോൾ തണുപ്പ് കാലമല്ലേ, അതിദരിദ്രരില്ലാത്ത കേരളമാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ബേബി ചേട്ടൻ യാത്ര തുടങ്ങി കേട്ടോ, ജനസമ്പർക്കം തുടങ്ങി. TV-യിൽ അതായിരുന്നു ഫസ്റ്റ് ന്യൂസ്. എല്ലാവരും, ഞാൻ പറയാണ്, ദൈവവിശ്വാസികളായ എല്ലാ അയ്യപ്പ ഭക്തന്മാരും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വീട്ടിൽ വരുമ്പോൾ ഭഗവാന്റെ പടം എടുത്ത് കാണിച്ച് അതിലൊന്ന് തൊട്ട് തൊഴുത് മാപ്പ് പറഞ്ഞേക്കൂ, ഞങ്ങൾ മാപ്പാക്കാം എന്ന് പറയാനുള്ള ആർജവം ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐഷ പോറ്റി മാഡത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ, അവരാദ്യം ജില്ലാ പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റുമായി. പിന്നെ നമ്മുടെ ബാലകൃഷ്ണ പിള്ള സാറിനെ തോൽപ്പിച്ചിട്ട് കൊട്ടാരക്കരയിൽ നിന്നുള്ള MLA 3 പ്രാവശ്യമായി. 3 പ്രാവശ്യമേ ഒരു പാർട്ടി ആർക്കും സീറ്റ് കൊടുക്കുകയുള്ളൂ. അതെല്ലാം കിട്ടിക്കഴിഞ്ഞ് ശേഷം വീട്ടിലിരുന്ന് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. എന്തിന് സ്ഥാനങ്ങൾ വേണം? ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും അവരുടെ കാര്യങ്ങൾ പാർട്ടി നേതാക്കന്മാരെ അറിയിക്കുകയും അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയിൽ കൂടുതൽ എന്താണ് ഒരു സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ളത്, അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകയ്ക്കുള്ളത്? ഇപ്പോൾ പ്രജിത തന്നെ പറഞ്ഞു, അവർ സഖാക്കന്മാർക്ക് വേണ്ടിയാണ്, അവരുടെ കൂടെയുള്ള സഖാക്കൾക്ക് വേണ്ടിയാണ് UDF-ലേക്ക് പോകുന്നതെന്ന്. പക്ഷെ അവരോടൊപ്പം നമ്മൾ ആരെയും കണ്ടില്ല. അവർ പറയുന്നത്, ഞാൻ പഴയ അവരുടെ ഐഷ പോറ്റിയായിട്ട് തന്നെ തുടരും. അപ്പോൾ ഇവര് നിലവിൽ ഒരു പാർട്ടിയിലേക്ക് മാറി, ഒരു ആദർശം, ആ ഐഡിയോളജി വിട്ടുകൊണ്ട് മറ്റൊരു ഐഡിയോളജിയിലേക്ക് മാറിയതിന് ശേഷവും പറയുന്നു, ഞാൻ
സഖാക്കളുടെ ആ പഴയ ഐഷ പോറ്റിയായിട്ട് തുടരും. അവർ പറയുന്ന ഈ പൊട്ടത്തരത്തിന് നമ്മൾ ചൊല്ലേണ്ട ആവശ്യമില്ല. ഒരു ഐഡിയോളജിയിൽ നിന്ന് ഒരു ഐഡിയോളജിയിലേക്ക് പോയാൽ പഴയ ഐഡിയോളജിയിൽ തന്നെ നിൽക്കുമെന്ന് പറയുന്നത് സതീശനെ വിട്ടിയാക്കുന്നതിന് തുല്യമല്ലേ, UDF വിട്ടിയാക്കുന്നതിന് തുല്യമല്ലേ. കമ്മ്യൂണിസ്റ്റ് മെൻറ്റാലിറ്റിയുമായിട്ട് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഉദ്ദേശം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഒരു സീറ്റ്, ഒരു MLA സ്ഥാനം, അതിനു വേണ്ടി മാത്രമാണ് ശ്രീമതി ഐഷ പോറ്റി വന്നതെന്നും ഒരു സീറ്റ് കിട്ടുവാൻ വേണ്ടി മാത്രമാണ് കമ്മ്യൂണിസത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന, ഇപ്പോഴും സഖാക്കന്മാർക്കൊപ്പം നിൽക്കുമെന്നും അവരുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഐഷ പോറ്റി മാഡത്തിനെ രണ്ട് കൈയും നീട്ടി നമുക്ക് കേരള ജനതയ്ക്ക് വിസ്മയം കാണിച്ചെന്ന് സതീശൻ്റെ ചിന്തയെയും നമ്മൾ ഒന്ന് സംശയദൃഷ്ടിയോടെ നോക്കണം. കാരണം നമുക്ക് അങ്ങനെയുള്ള MLA മാരെ അല്ല വേണ്ടേ. ജയിച്ച പാർട്ടിയുടെ ഐഡിയോളജിയിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഐഡിയോളജിയിൽ, അംഗത്വം എടുത്ത പാർട്ടിയുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ജനപ്രതിനിധികളെയാണ് അല്ലെങ്കിൽ ആ കാര്യകർത്താക്കളെയാണ് ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ബേബി സഖാവിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം പോകുന്ന വിശദീകരണം എന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹം പാർട്ടിയുടെ ചിന്തയാണ് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി മാപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹം പറഞ്ഞത് നമ്മളെ കേൾപ്പിച്ചിട്ടില്ല. അദ്ദേഹം കയറി ചെല്ലുന്ന ഗൃഹസമ്പർക്കത്തിന് തുടക്കമായി എന്നേ പറയുന്നുള്ളൂ. എന്തെങ്കിലും വിശദീകരണം അദ്ദേഹം കൊടുക്കുമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെ ആരെങ്കിലും വരുമ്പോൾ എനിക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ് അവർ പറയുന്നതെന്ന്. അതൊന്നുമില്ലാണ്ട് കാറൽ മാർക്സിൻ്റെ പുസ്തകം വായിക്കുകയും പ്രിയങ്ക ഗാന്ധിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നതിൽ എന്താണ് കാര്യമെന്നാണ് ശ്രീമതി ഐഷ പോറ്റിയുടെ വ്യക്തമാക്കേണ്ടത്, അല്ലേ? അപ്പോൾ അധികാരത്തിന് വേണ്ടി തന്നെയാണ് മാറിയതെന്ന് ഉറപ്പിക്കാമല്ലോ നമുക്ക്. തീർച്ചയായിട്ടും. ഇപ്പൊ സന്ദീപ് വാര്യർ എന്തിനാ മാറിയത്? അധികാരത്തിൽ ഒരു ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു സീറ്റ് സ്റ്റേജിൽ കിട്ടാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഡോക്ടർ സരിൻ എന്തിനാണ് അങ്ങോട്ടേക്ക് മാറിയത്? അപ്പോൾ കസേര എന്ന് പറയുന്നത് ഒരു പ്രാധാന്യമുള്ളൊരു കാര്യമാവുന്നു. ജനങ്ങൾ പിന്തള്ളപ്പെടുന്നു, അവരുടെ ആവശ്യങ്ങൾ പരിഗണനയില്ല. ഞാനെന്ന ഭാവങ്ങളെ എന്നൊരു പാട്ടുണ്ട്. ആ ഞാനെന്ന ഭാവം മുന്നോട്ടേക്ക് ഇപ്പോൾ ജനസേവകരിൽ കൂടുതലായിട്ട് വരുന്നു. എന്നോട് പലരും കൗൺസിലറായിരുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ താങ്ക് യു മാഡം എന്ന് പറയും. ഞാൻ പറയും ഫസ്റ്റ് ഓഫ് ഓൾ മാഡം എന്ന് വിളിക്കരുത്. തൊഴുകൈയോടെയാണ് വന്ന് വോട്ട് ചോദിക്കുന്നത്. ചേട്ടാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്ങനെ മാഡം ആവുന്നേ? അല്ല, അതൊരു റെസ്പെക്റ്റ്. അങ്ങനത്തെ റെസ്പെക്റ്റ് വേണ്ട. എന്നെ പത്മജ എന്ന് വിളിക്കൂ, എന്നേക്കാൾ പ്രായം കുറവാണെങ്കിൽ ചേച്ചി എന്ന് വിളിക്കൂ. പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത്, നിങ്ങളെന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ശബ്ദമാക്കി ഡ്യൂട്ടി ചെയ്യുന്നതിൽ എന്തിനാണ് നന്ദി പറയുന്നത്? എൻ്റെ കടമ ഞാൻ ചെയ്യുന്നു, ഞാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെയുള്ള ചിന്തകളില്ലാണ്ട് ഒരു കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന നേതാക്കളെയാണ് ഇപ്പോൾ നമ്മൾ LDFിലും UDFിലും കാണുന്നത്. എന്തിന് സതീശൻജി ഇതുപോലത്തെ വിസ്മയങ്ങൾ തീർക്കണം? ഇതൊരു വിസ്മയമാണോ? അവസാനം സതീശന് ഒരു വലിയ പ്രശ്നമായി മാറാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഇതുപോലെ പലരും അവിടെ ഭിക്ഷാന്തേഹികളായിട്ട് അല്ലെങ്കിൽ സ്ഥാനമോഹികളായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഒരു സീറ്റിന് വേണ്ടിയിട്ട്, അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്തായിരുന്നു പ്രശ്നം? ഇവരെ മന്ത്രിയാക്കിയില്ല എന്ന്. മൂന്നാമത്തെ വട്ടത്തിൽ അവർ മന്ത്രിയാകുമെന്ന് വിചാരിച്ചു, പക്ഷെ മന്ത്രിയായില്ല എന്നുള്ളതും അവരുടെ മനസ്സിൽ വല്ലാതെ തപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തപിച്ച മനസ്സോടെ നിൽക്കുന്ന ഒരു മാഡം ജയിച്ചു വന്നാൽ സതീശൻജി അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു മന്ത്രി കസേര, ആ കൊടി വച്ച കാറിൽ പറന്ന് നടക്കാം എന്ന് അവർ മനസ്സിൽ കണ്ടിട്ടാണോ CPM ഐഡിയോളജിയിൽ ഉറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇങ്ങനെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു റിട്ടേൺ ക്വിസ് കൊടുക്കണം. എന്ന് കോൺഗ്രസ് ജയിച്ചു, അല്ലേ? കോൺഗ്രസ് രൂപം കൊണ്ടു, ആരാണ് സ്ഥാപക നേതാവ്, ആരൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാർ, എത്ര സീറ്റിൽ നമ്മൾ ജയിച്ചു, അതെങ്കിലും മിനിമം ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? അതുപോലെ മറ്റേ പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആരാണ് സ്ഥാപക നേതാവ്, കാറൽ മാർക്സ് എവിടെ ജയിച്ചു? ഈ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ എവിടെയോ വായിച്ചൊരു ക്വിസ്, കാറൽ മാർക്സ് ഇവിടെ ജയിച്ചു, ഏംഗൽസ് എവിടെ ജനിച്ചു, അവരെഴുതിയ പുസ്തകങ്ങൾ എന്തൊക്കെ, അവരുടെ ഏറ്റവും വലിയ ലൈൻസ് ജനങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ഒന്ന് ചോദിച്ച് ഉറപ്പാക്കി 10 മാർക്കിൻ്റെ ക്വിസിൽ ഒരു മിനിമം 50 മാർക്കെങ്കിലും കിട്ടിയിട്ട് പാർട്ടിയിലേക്ക് എടുത്താൽ പോരെ? ഇപ്പോഴത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് പേരെങ്കിലും കൃത്യമായും വ്യക്തമായിട്ടും എഴുതാനും വായിക്കാനും അറിഞ്ഞിട്ടുള്ളവരെ നമ്മൾ എടുത്താൽ മതിയല്ലോ.
ഇപ്പോഴത്തെ നേതാക്കളെ എന്ന് പറയുന്നത് അടുത്ത തവണ അടുത്ത പാർട്ടിയിലേക്ക് ചാടാൻ നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കളിക്കുക. അപ്പോൾ ജനങ്ങളെ ഇപ്പോൾ പറയാം, അരി ആഹാരം കഴിക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ, ഏറ്റവും പ്രബുദ്ധരായ ജനങ്ങളെന്ന്. ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ ഏറ്റവും വിദ്യാഭ്യാസമില്ലാത്ത, ഏറ്റവും ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന ജനതയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇവിടുത്തെ സാക്ഷരത കേരളം പറയുന്നത്. സാക്ഷര കേരളം എന്ന് പറഞ്ഞാൽ പ്രജിതാന്ന് എഴുതിയാൽ സാക്ഷരമായി കേട്ടോ, അത് എഴുതാനും വായിക്കാനും മതി, ഒന്നും അറിയണമെന്നില്ല. അവിടെയുള്ള ജനങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വേറൊരു ഗവൺമെൻറ് വരുമോ? 20 പേരെയും ജയിപ്പിച്ചിട്ടാണ് കേരളത്തിൽ നിന്നുള്ള MP പോയത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അവിടെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, എന്നാൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന, രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ജനങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയതും ഇങ്ങനെ ഒരു വേറൊരു ഭരണകൂടം ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഭരണകൂടം വരുന്നു, നമ്മൾ ലോകത്തെ ഏറ്റവും മികച്ച രാജ്യമാകുന്നു, എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ട് കുതിക്കുന്നു. അങ്ങനെ വരാൻ കാരണം നമ്മൾ വിവരവും വിദ്യാഭ്യാസമുള്ള അതിദരിദ്രരായ വടക്കേ ഇന്ത്യയിലെ ജനത ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഐഷ പോറ്റിയുള്ള മാഡങ്ങളൊന്ന് ആലോചിക്കുക, കോൺഗ്രസിൻ്റെ ഹിസ്റ്ററിയെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. ആരെങ്കിലും ചോദിച്ചാൽ ആരായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയാനുള്ള ഒരു എന്താണ് IQ എങ്കിലും ഡെവലപ്പ് ചെയ്തിട്ട് പാർട്ടി ചാടുക.